ഗുഡ് മോർണിംഗ്. ഇന്ന് കർക്കിടകം 1 രാമായണ മാസമാണ്. രാവിലെ വിളക്കൊക്കെ വെച്ച് നാമമൊക്കെ ജപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ, ജോലിക്ക് പോകുന്നവർക്കും കുട്ടികൾക്കും ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ഫുഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പുലാവെന്നോ ബിരിയാണിയെന്നോ എന്ത് വേണേൽ അതിനെ വിളിക്കാം. പക്ഷേ അതിൻ്റെ പ്രത്യേകത നമ്മൾ റേഷനരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അത് കേട്ടാലും മുഖം ചുളിക്കേണ്ട, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബിരിയാണി അരിയുടെ അതേ ടേസ്റ്റും ടെക്സ്ചറും ആയിരിക്കും. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം നെയ്യോ ബട്ടറോ വെളിച്ചെണ്ണയോ ഒക്കെ ചേർത്ത് ഒന്ന് ചൂടായി വരുമ്പം സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് വഴറ്റുക. അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ആഡ് ചെയ്യാം. ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, ഫ്രോസൺ ഗ്രീൻ പീസ്, ബീൻസ്, ഇതൊക്കെയാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടുമ്പം പച്ചമുളകിനകത്തെ അരി ഒന്ന് കളഞ്ഞിട്ട് വേണം കൊടുത്തുവിടാൻ. അത് കടിച്ച് സ്കൂളിലൊക്കെ വെച്ച് കുട്ടികൾക്ക് എരിയുണ്ടല്ലോ, അതുണ്ട്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതാകുമ്പം കുട്ടികൾക്ക് എല്ലാ പച്ചക്കറികളും ചെല്ലുകയും ചെയ്യും, അവർ ടേസ്റ്റായിട്ട് കഴിക്കുകയും ചെയ്യും. ഇതിൻ്റെ കൂടെ അല്പം തൈരും ഒരു മെഴുക്ക് പുരട്ടി, എന്തെങ്കിലും ഒരു മെഴുക്ക് പുരട്ടി മതി, ഉരുളക്കിഴങ്ങോ. അപ്പോൾ അതൊന്ന് വഴന്ന് വരുമ്പം നമ്മൾ 2 മിനിറ്റ് മൂടി വയ്ക്കണം, ഒരല്പം വെള്ളം കുടഞ്ഞ്. കുട്ടികൾക്ക് കൊടുത്തു വിടുമ്പോൾ നമുക്ക് അപ്പച്ചമ്പിൽ വെച്ച് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ആവി കയറ്റാം. അപ്പം അതെല്ലാം ഒന്ന് വെന്ത് കഴിയുമ്പം അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം ഗരം മസാലപ്പൊടി, ഇത്രയും ചേർക്കുക. ഗരം മസാലയുടെ കൂട്ടിട്ടാലും മതി. പക്ഷേ കുട്ടികളൊക്കെ അതിൻ്റെ ആ കഷ്ണങ്ങളൊക്കെ കടിക്കുകയോ തൊണ്ടയ്ക്ക് പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ പൊടി ചേർക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ വഴറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചോറിടുക, ഇളക്കുക. ഉപ്പ് പാകം നോക്കുക, പോരെങ്കിൽ അല്പം ഉപ്പും പിന്നെ അതിന് പുറത്തൊരല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിക്കുമ്പോൾ നല്ലൊരു മണവും പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റും അല്ലേ. പിന്നെ ഇഷ്ടമുള്ള നട്ട്സൊക്കെ വറുത്തിടാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ലഞ്ച് ബോക്സിലേക്കുള്ള ഫുഡ് റെഡി ആയി കഴിഞ്ഞു. അപ്പം നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബിരിയാണി അരി ഒന്നും വാങ്ങേണ്ട കാര്യമില്ല, റേഷനരി മതി. നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റും. മല്ലിയില ഉണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് മല്ലിയില തൂകാം. ഞാൻ മഴയായതുകൊണ്ട് കടയിലൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ലഞ്ച് ബോക്സ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോകുന്നത് ഒരല്പം ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി, ഇത്തിരി തൈരും, ഇത്രയും മതി അതിന്. പിന്നെ അച്ചാർ കഴിക്കുന്നവരാണെങ്കിൽ അച്ചാറും കൂടി എടുക്കാം. ഇപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.